ഹേ ഗായ്സ് വെൽക്കം ടു തംജി. എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസും തൃഷയൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായി. സിനിമ കണ്ടിട്ട് എൻ്റെ ഒപ്പീനിയൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പടം എഴച്ചിലാണടി. എഴച്ചിൽ എന്ന് പറഞ്ഞാൽ ലാഗാണ് പടം. ഒരു മൊത്തത്തിലൊരു ലാഗ് പടമാണ്. ഐ മീൻ സ്ലോ പേസിലാണ് കഥ പറയുന്നത് എന്നുണ്ടെങ്കിലും ഒരു 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 സംഭവം ഉണ്ട്. നമുക്കൊരു ഒഴുക്കില്ലാത്ത പോലെ എനിക്ക് തോന്നി. അതായത് നമ്മളൊരു ഹൈ എൻഗേജിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമല്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് സ്റ്റോറി ടെല്ലിങ്ങിൽ. ഡിഫറെൻ്റ് ആയിട്ടുള്ള എടുത്തിട്ടുള്ളത്. അവർ എടുത്തിട്ടുള്ളത് അത് രസമുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കലി മേക്കിങ്ങിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു പടമാണ് കേട്ടോ. അത് എടുത്തു പറയാം. അതായത് ഭയങ്കര നമ്മൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മെഡിക്കൽ ടേംസും അങ്ങനെയുള്ള കുറച്ച് ഹൈ ലെവലുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ട് അവർ യൂസ് ചെയ്യുന്ന. അങ്ങനത്തെ കുറച്ച് രോഗങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ളൊരു സംഭവമാണ് സിനിമയുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മളൊരു വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര എഡ്ജിലിരുന്ന് കണ്ട് നമ്മളിങ്ങനെ ത്രില്ലടിക്കുന്ന സംഭവം എന്നുള്ള രീതിയിലല്ല. ഒരു കാം ആൻഡ് ക്വയറ്റ് പടം അതാണ്. പടമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിട്ട് തീർന്നൊരു പടം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റത്തെ ക്ലൈമാക്സിലെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് കിടലാണ് കേട്ടോ. ഒരു ഫ്ലൈറ്റ് എന്നുള്ള സംഭവമാണ്. അതൊരു മലയാളത്തിൽ നിന്നൊക്കെ അവർ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ഡയർ ചെയ്യുന്നതിൽ അത് സംഭവമാണ്. അവിടേക്കാണ് കുറച്ച് സിനിമ ഒന്ന് ലൗഡ് ആവുന്നത്. അതുവരെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരുന്നെടുത്ത് ഇങ്ങനെ ഇരിക്കും, കാണും, ഓക്കെ പോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്നൊരു സിനിമയാണ്. ടോവിനോയുടെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. അതായത് ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്. അതായത് നമ്മൾ ഈ ഒബ്സസീവ് ഡിസോർഡർ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതായത് പെർഫെക്ഷനിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ അതിനൊരു ജസ്റ്റിഫിക്കേഷനൊക്കെ അവർ കൊടുക്കുന്നതിൻ്റെ ക്യാരക്ടർ ഡെപ്തൊക്കെ കാണിച്ച് സംഭവം പോകുന്നുണ്ട്. ടോവിനോ നല്ല രീതിയിൽ അത് പ്ലേ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അത് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നോർമലിലേക്ക് ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാൻ കുറേ സമയം എടുത്തു എന്നുള്ളത്. കാരണം ഇതിൽ പുള്ളിയുടെ നടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയങ്കര സ്റ്റിഫ് ആൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചോലാണ്. നമ്മൾ ഭയങ്കര ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു സ്ട്രക്ചർ വെച്ചിട്ടുള്ള സംഭവമാണ്. ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സംഭവം പോകുന്നതും പിന്നെ അതിൻ്റെ സംഭവങ്ങൾ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ട് കേട്ടോ. നമുക്ക് ട്വിസ്റ്റൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്നല്ല, നമ്മൾ ഒരു ഉള്ളിൽ നമുക്കൊരു തോന്നൽ ഉണ്ടാവലുണ്ട്, ഓക്കെ അതങ്ങനെ ആയിരിക്കും, അപ്പം അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ട്വിസ്റ്റിനൊക്കെ എനിക്കൊരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്. ഓക്കെ, നമ്മൾ കണ്ടിരിക്കുന്ന സമയത്ത് ആ ട്വിസ്റ്റ് വരുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കില്ല. അതാ നേരത്തെ പറഞ്ഞ ആ ഒരു കാമാൻ ക്വയറ്റിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് തീർന്നു, ഓക്കെ അത്രേ ഉള്ളൂ. അതുപോലെ തൃഷയുടെ സ്പേസൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ആണ്. എനിക്ക് അങ്ങനെ ഒരു തൃഷ ഇത്രയും സൗത്ത് ഇന്ത്യയിൽ ഇത്രയും ബെസ്റ്റായിട്ട് നിൽക്കുന്ന, അത്രയും ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് അവരുടെ ഫ്രീഡാണ്. അത്തരത്തിൽ അത് നമുക്കൊന്നും പറയുന്നില്ല. അപ്പോൾ തൃഷേൻ്റെ ഒക്കെ സ്പേസ് വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയ സമയത്തേക്കേ ഉള്ളൂ. കുറച്ച് സമയത്തേക്ക് വന്നതൊക്കെ നല്ലപോലെ ചെയ്തിട്ട് മലയാളത്തിനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വിനയ് റായ് എന്ന് പറയുന്ന പുള്ളിയുടെ പോലീസ് ക്യാരക്ടറാണ് വരുന്നത്. അപ്പോൾ അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുക. സിനിമയിൽ എനിക്ക് എടുത്ത് പറയാൻ തോന്നിയിട്ടുള്ളൊരു സംഭവം, നമ്മൾ ഈ സിനിമകളിൽ നമുക്ക് എപ്പോഴും നമ്മൾ കാണും വുമൻസിൻ്റെ എതിരെയുള്ള സെക്ഷൽ അബ്യൂസും റേപ്പും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അത് കാണിച്ചിട്ട് നമ്മൾ സിനിമ അങ്ങ് ഒഴിവാക്കി, അവരെ ഒബ്ജക്റ്റാക്കി വെച്ചിട്ട് അതങ്ങ് ഒഴിവാക്കി അങ്ങനെ സീനിടും, അത് പിന്നെ പോകും. പക്ഷെ ഇതിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടൊരു സംഭവം, അതിന് ശേഷം അവർക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൊരു വുമൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഗേൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റിക്കവറിക്ക് വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്ത ചെറിയൊരു സീക്വൻസ് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമല്ലോ. കാരണം അങ്ങനെ നമ്മൾ ഒരു സിനിമകളും കാണില്ല. കാരണം അങ്ങനെ ഒരു സീന് റേപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കും, അവർ റേപ്പ് ചെയ്യുന്ന കാണിക്കും, പിന്നെ അത് പോകും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പക്ഷേ അതിൽ നിന്ന് എങ്ങനെ ഏതൊരു ഇൻഡിവിജ്വലിനും റിക്കവർ ചെയ്ത് വരാം എന്നുള്ള സംഭവം അവർ സെക്കൻഡ് ഹാഫിലൊരു സീക്വൻസ് വഴി, ഒരു പാട്ട് വഴിയൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഓക്കെ, കാണുന്നവർക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്തവർക്കും ഒരു മോട്ടിവേഷൻ അതുവഴി കിട്ടുന്ന എനിക്ക് തോന്നി. അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡയറിങ് അറ്റംപ്റ്റ്സ് ഉണ്ട് ഇതിൽ. നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ത്രില്ലർ, അതാണ് പറഞ്ഞത്. ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ത്രില്ലറല്ല, വേറൊരു രീതിയിൽ കഥ പറഞ്ഞുകൊണ്ട് നമ്മൾക്കൊരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾക്ക് ഇതുവരെ കാണാത്ത പറഞ്ഞ പോലെ അത്തരത്തിലൊരു ഇമ്പാക്റ്റ്
അത്തരത്തിലുള്ളൊരു മെത്തേഡ് വഴിയാണ് ആ സ്റ്റോറി പറയുന്നത്. അപ്പം ആ 2.5 മണിക്കൂറിൽ ഒരു കഥ പറയാനുണ്ട്. ആ കഥ കൃത്യമായിട്ട് അവർ പറഞ്ഞു. വേറെ ഒരു സ്ഥലത്തേക്കും നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്കും കൊണ്ടുപോകാതെ വേറൊന്നും കുത്തി നിറക്കാണ്ട് പാട്ടുകളൊക്കെ കറക്റ്റ് ആവശ്യത്തിന് എവിടെയാണോ വേണ്ടത് കൃത്യമായിട്ട് സട്ടിലായിട്ട് കറക്റ്റ് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ എല്ലാം നിറച്ചിട്ടാണ് ആ 2.5 മണിക്കൂർ സിനിമ ഉള്ളത്. കാരണം എന്താണോ കഥ പറയേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞു പോയി. അത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ള സിനിമേൻ്റെ ഓവറോൾ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഒരു പുതിയതായിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ ടെക്നിക്കലി മേക്കിംഗ് വൈസ് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ പടം എന്നുള്ള രീതിയിൽ ഐഡൻറ്റിറ്റി നമുക്ക് കാണാം. അതാണ് സിനിമയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ.